പനവർഗ സസ്യങ്ങളുടെ അന്തകരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ് ചെമ്പൻചെല്ലിയും കൊമ്പൻചെല്ലിയും. രണ്ടും വേറെ വേറെ ഇനം വണ്ടുകളാണ്. മലയാളത്തിൽ പ്രാസമൊപ്പിച്ചുള്ള പേരുകൾ നമ്മൾ നൽകിയെന്നേ ഉള്ളൂ. അനിയൻ ഭാവിയും ചേട്ടൻ ഭാവിയും പോലെ ഇരുവരും അടുത്ത ബന്ധുക്കളൊന്നുമല്ല, രൂപത്തിലുമല്ല സ്വഭാവത്തിലുമല്ല. ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന തെങ്ങും കവുങ്ങും ആനപ്പനിയും കുടപ്പനിയും മാത്രമല്ല, ഈന്തപ്പനിയും എണ്ണപ്പനിയും ഒക്കെ ഈ കുഞ്ഞൻ പ്രാണികളുടെ മുമ്പിൽ തലകുനിക്കുന്നവരാണ്. സൗത്ത് ഏഷ്യയിലെങ്ങുമായിട്ട് 19 ഇനം പനവർഗ സസ്യങ്ങളെയാണ് ഇവർ ആക്രമിക്കുന്നത്. എത്രയോ മാസങ്ങൾ വർഷങ്ങൾ കഷ്ടപ്പെട്ട് നട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് ഓരോരോ പട്ടകളായി വന്ന് വളർന്ന് കായ്ച്ചു തുടങ്ങിയ ഒരു തെങ്ങ് പെട്ടെന്ന് കൺമുന്നിൽ ഒന്നും ചെയ്യാനാവാതെ ഇല്ലാതാകുന്നത് കാണുമ്പോൾ ഏത് കർഷകനാണ് സഹിക്കാനാവുക? പക്ഷേ ഈ പ്രാണികൾ ഇതൊന്നും അറിഞ്ഞ് ചെയ്യുന്നതല്ല. അവർക്ക് ഈ തെങ്ങും പനിയും പോലുള്ളവ മാത്രമേ തിന്നാനും മുട്ടയിടാനും സന്തതി പരമ്പരകളെ വളർത്താനും ഒക്കെ ആയിട്ടുള്ളൂ. അവരുടെ ജീവിതം അങ്ങനെയായിപ്പോയി. അല്ലാതെ കൃഷിക്കാരോട് അവർക്കെന്ത് ദേഷ്യം? എന്തായാലും നമ്മൾ മനുഷ്യർ ഈ ചെമ്പനെയും കൊമ്പനെയും ഇത്തരം കൃഷിയിൽ ഏറ്റവും ഭീകരരായ അപകടകാരികളായ വില്ലന്മാരായിട്ട്, കീടങ്ങളായിട്ട്, പെസ്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മൾ മനുഷ്യർ കൃഷി ആരംഭിച്ചിട്ട് 10,000 വർഷങ്ങൾക്ക് അടുത്ത് മാത്രമേ കാലമായിട്ടുള്ളൂ. അതിലും കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ തെങ്ങ് കൃഷി ആരംഭിച്ചിട്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഒരു 3000-4000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ആദ്യമായി നമ്മൾ തെങ്ങ് നട്ട് നനച്ച് കൃഷിയായി ഇതിനെ വളർത്താൻ തുടങ്ങിയത്. അതിനും എത്രയോ ലക്ഷം വർഷം മുമ്പ്, മനുഷ്യർ പരിണമിച്ചുണ്ടാകുന്നതിനും എത്രയോ ലക്ഷം വർഷം മുമ്പ് ഈ തെങ്ങിലും പനയിലും ഒക്കെ മുട്ടയിട്ടും വിരിയിച്ചും അതിൻ്റെ തലനീര് കുടിച്ചുമൊക്കെ പെറ്റുപെരുകി വളർന്നവരാണ്, പരിണമിച്ചവരാണ് ഈ വണ്ടുകൾ. ഏഷ്യയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പരിണമിച്ചുണ്ടായ ഈ വണ്ടുകൾ പതുക്കെ ഇവിടെ നിന്നും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ എത്തി. പലപ്പോഴും ഇവർ കടലിലൂടെ ഒഴുകി കരക്കടിഞ്ഞ തെങ്ങിൻ തടിക്കുള്ളിൽ ഒളിഞ്ഞു കിടന്നോ മനുഷ്യർ കപ്പലിലും അല്ലാതെ വാഹനങ്ങളിലും ഒക്കെ കൊണ്ടുപോയ, കൃഷിക്കായി കൊണ്ടുപോയ തെങ്ങിൻ തൈകളിലൂടെയും ഒക്കെയാണ് അതാത് രാജ്യങ്ങളിലെത്തിയത്. ഇപ്പോൾ തെങ്ങിൻ കൃഷിയുള്ള ലോകത്തിലെ 15% രാജ്യങ്ങളിലും ഇവരുണ്ട്. കൂടാതെ ഈന്തപ്പന കൃഷിയുള്ള 50% രാജ്യങ്ങളിലും ഇവരുടെ ആക്രമണം വളരെ ഗുരുതരമാണ്. ചെമ്പൻചെല്ലിയുടെ പേര് പോലെ തന്നെ അത് ഒരു തുരുമ്പൻ ചെമ്പൻ നിറമുള്ളവരാണ്. നീള മൂക്കുകളുള്ള പ്രൊബോസിസ് ഉള്ള ഒരു തുരപ്പൻ വണ്ടാണ് ചെമ്പൻചെല്ലി. എന്നാൽ കൊമ്പൻചെല്ലി കണ്ടാമൃഗത്തിനെയൊക്കെ പോലെ നെറുകയിൽ ഒരു കൊമ്പുള്ള തിളങ്ങുന്ന കരിമ്പൻ വണ്ടാണ്. മൂക്കൻ വണ്ടല്ല, അത് കൊമ്പൻ വണ്ടാണ്. ഇവർ രണ്ടാളും രണ്ട് വിധത്തിലാണ് തെങ്ങുകൾക്കും പനകൾക്കും ഒക്കെ ഉപദ്രവം ചെയ്യുക. മുതിർന്ന ചെമ്പൻചെല്ലി തെങ്ങ് തുരന്ന് കേടുവരുത്തില്ല. അതിൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവ പുഴുക്കളാണ് ബകനെ പോലെ തെങ്ങിൻ്റെയും പനയുടെയും ഒക്കെ തലമണ്ട തുരന്ന് ചവച്ച് നീരൂറ്റി കഥ കഴിക്കുന്നത്. എന്നാൽ കൊമ്പൻചെല്ലിയുടെ കുഞ്ഞായ ലാർവപ്പുഴു പാവമാണ്. ആ പുഴുവല്ല വില്ലൻ, കൊമ്പൻചെല്ലി തന്നെയാണ്. കൊമ്പൻചെല്ലിയുടെ പുഴുക്കളെ നമ്മൾ പലപ്പോഴും പശുവിനെ വളർത്തുന്നവരൊക്കെ കണ്ടിരിക്കും. തൊലി അടർത്തിയ കൊഞ്ചിനെ പോലെയുള്ള ആ പുഴുക്കൾ, അതെ, ചാണകപ്പുഴു എന്ന് നമ്മൾ എപ്പോഴും വിളിക്കുന്ന ആ പുഴു യഥാർത്ഥത്തിൽ ഈ കൊമ്പൻചെല്ലിയുടെ കുഞ്ഞാണ്. ഈ പുഴു ഒരിക്കലും തെങ്ങിൻമണ്ടയിൽ എത്തില്ലല്ലോ. അതിൻ്റെ ജീവിതം ഈ ചാണകത്തിൽ തന്നെയാണ്. മുതിർന്ന കൊമ്പൻചെല്ലി വണ്ടുകളാണ് തെങ്ങുകളുടെ മണ്ട തറിച്ച് മുറിച്ച് തെങ്ങുണക്കുന്നത്. തടിയുടെയും കൂമ്പിൻ്റെയും ഉള്ളിൽ നിന്നും ഊറുന്ന മാദകദ്രവം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊമ്പൻചെല്ലി ഈ പാതകം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടിനം വണ്ടുകളെയും വേറെ വേറെ മനസ്സിലാക്കാം. വീവിലുകളുടെ കുടുംബമായ കുർക്കുലോയിനിടയിൽപ്പെട്ടതാണ് ഈ ചെമ്പൻചെല്ലികൾ. ഈ തുരപ്പന്മാരായിട്ടുള്ള വീവിൽ വണ്ടുകൾ അത്രയധികമുണ്ട് ഈ ഭൂമിയിൽ. നിലവിൽ 6800 ജനുസുകളിലായി 83,000-ൽ പരം വീവിൽ വണ്ടുകളെയാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും ധാരാളം വീവിൽ വണ്ടുകളെ തിരിച്ചറിയാനുണ്ടാവും എന്നതും ഉറപ്പാണ്. നീള മൂക്കുള്ളവരാണ് വീവിൽ വണ്ടുകൾ. തലയിൽ നിന്നുള്ള ഈ നീണ്ട തുമ്പിക്കൈ മൂക്കാണ് ഇവരുടെ ഏറ്റവും പ്രധാന പ്രത്യേകത. അതൊരു തുരപ്പ് യന്ത്രമാണ്. കിറുകിറ മുറിച്ച് തുരക്കാൻ, ഉള്ളിലേക്ക് കയറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു സംവിധാനം പിടിപ്പിച്ചതാണ് ഈ മൂക്കിൻ്റെ അഗ്രം. കുഴൽ കിണറൊക്കെ തുരക്കുന്ന യന്ത്രത്തിൻ്റെ അഗ്രഭാഗത്തുള്ള ഒരു പിരിയൻ ഭാഗം പോലെ ഇവർക്ക് മുറിച്ച് കയറുന്ന ഒരു ഭാഗമുണ്ട് ഇതിൻ്റെ മൂക്കിൻ്റെ അഗ്രത്ത്. ഇതുകൊണ്ട് സസ്യഭാഗങ്ങൾ തുരന്ന് പുറത്തേക്ക് കളയും. ചിലപ്പോഴത് ഭക്ഷിക്കും. ആ ദ്വാരത്തിൽ തന്നെ തിരിഞ്ഞു നിന്ന് ഓവിപ്പോസിറ്റർ ഉപയോഗിച്ച് മുട്ടകളും ഇട്ടുവെക്കും. നമുക്കെല്ലാം വളരെ പരിചയമുള്ള, പല ദിവസങ്ങളിലും നമ്മൾ അറിയാതെ ചോറിനോടൊപ്പവും പയറിനോടൊപ്പവും ഒക്കെ ഉള്ളിലാക്കുന്ന കുത്തന്മാർ എന്ന് പറയുന്ന ആ ചെറു പ്രാണിയും ഒരു തരം വീവിൽ വണ്ടാണ്. അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. കാണാത്തവർ ദയവായിട്ട് കാണുക. നമ്മളെല്ലാവരും എന്നെങ്കിലും ഈ വീവിൽ വണ്ടുകളെ കഴിച്ചിട്ടുണ്ട്, ഉറപ്പ്. അതുകൂടാതെ പെട്രോളിലുള്ള എത്തനോൾ മണം മൂലം ഉണങ്ങിയ കമ്പെന്ന് തെറ്റിദ്ധരിച്ച് പെട്രോൾ വാഹനങ്ങളുടെ കുഴലുകൾ തുരക്കുന്ന ഒരു തരം ബീറ്റിലുകളുണ്ട്, ആംബ്രോസിയ ബീറ്റിലുകൾ. അതും ഒരു തരം വീവിൽ വണ്ടുകളാണ്. ആ വണ്ടിനെ കുറിച്ചുള്ള വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. ഇതൊന്നും കാണാത്തവർ ദയവായിട്ട് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീവിൽ വണ്ടുകൾക്ക് അഗ്രഭാഗം വീർത്ത ഗത പോലെയുള്ള ആൻറ്റിനുകളാണ് ഉണ്ടാകുക. ഇവർ ഭക്ഷണമാക്കുന്നത് സസ്യഭാഗങ്ങൾ മാത്രമാണ്. പലപ്പോഴും ഓരോ ഇനം വീവിൽ വണ്ടുകളും പ്രത്യേക ഇനം സസ്യങ്ങളെ മാത്രം ഭക്ഷണത്തിനായി ആശ്രയിക്കുന്ന സ്വഭാവമുള്ളവരാണ്. റിംഗോഫോറസ് ഫെറുജീനിയസ് എന്നാണ് നമ്മൾക്ക് വളരെ പരിചിതരായിട്ടുള്ള ഈ ചെമ്പൻചെല്ലികളുടെ ശാസ്ത്രനാമം.
റെഡ് പാം വീവിൽ, ഏഷ്യൻ പാം വീവിൽ, ഏഷ്യൻ റെഡ് പാം വീവിൽ എന്നൊക്കെ ഇതിനെ പേര് വിളിക്കാറുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ അല്പം നിറവ്യത്യാസമുള്ള, ഈ ചുവപ്പിന് പകരം കറുപ്പ് നിറമുള്ള റിംഗോഫറസ് വൾനറാറ്റസ് എന്ന ഒരു ഇനം കൂടിയുണ്ട്. അവ ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമർ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണുള്ളത്. ഈ രണ്ട് വിഭാഗത്തിലും തന്നെ കളറിൽ ചെറിയ വ്യത്യാസങ്ങളിലുള്ള കളർ വേരിയന്റുകളെയും ധാരാളമായിട്ട് കാണാം. ഇവയൊക്കെയും ഒരേ ഇനം ചെല്ലികൾ തന്നെയാണ് എന്നായിരുന്നു വളരെ കാലം കരുതിയിരുന്നത്. അടുത്ത കാലത്താണ് ഇവ രണ്ടും രണ്ട് വിധത്തിൽപ്പെട്ട രണ്ട് സ്പീഷീസുകളാണെന്ന് ഉറപ്പാക്കിയത്. മുതിർന്ന വണ്ടുകൾക്ക് 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഏഷ്യൻ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ പരിണമിച്ചുണ്ടായവരാണെങ്കിലും ഇവരിപ്പോൾ ലോകത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും എത്തി ഉപദ്രവകാരികളായിട്ടുള്ള, ശല്യക്കാരായിട്ടുള്ള പെസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഈ ജെല്ലിയുടെ കുഞ്ഞുമതി ഒരു വലിയ പന ഉണക്കാൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനെ തന്നെ ഇവ എത്താതിരിക്കാൻ വേണ്ടി ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇവരെ കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത്ര വലുതാണ്. സങ്കല്പത്തിലും അപ്പുറമുള്ള വലിയ നാശമാണ് ഇവരെ കൊണ്ട് ഓയിൽ പാം തോട്ടങ്ങളിലും ഈന്തപ്പനത്തോട്ടങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നത്. വിരിഞ്ഞിറങ്ങുന്ന ലാർവപ്പുഴുവിന് തിന്നാൻ പറ്റുന്ന വിധത്തിൽ മൃദുവായ ഇടമാണോ എന്നൊക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് അവിടെ ചെമ്പൻചെല്ലി മുട്ടയിടുക. ഈന്തപ്പനയുടെയും തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഒക്കെ തടിയിലോ ഇലക്കവിളുകളിലോ ഒക്കെ തുരന്ന് ഇവ മുട്ടയിട്ട് വെക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ 20 വയസ്സിലും കുറവ് പ്രായം മാത്രമുള്ള തെങ്ങുകളെയാണ് ഇവർ മുട്ടയിടാനായി തിരഞ്ഞെടുക്കുന്നത്. ഭക്ഷണം തേടുന്നതിനിടയിൽ ഇണചേർന്ന് കഴിഞ്ഞ പെൺവണ്ടുകൾ അവയുടെ പുറകിലെ ഒവിപ്പോസിറ്റർ എന്ന മുനയുള്ള ഭാഗം കൊണ്ട് തെങ്ങിൻ്റെ മൃദുഭാഗങ്ങൾ തുരന്ന് ദ്വാരമുണ്ടാക്കി അതിനുള്ളിലാണ് മുട്ടയിട്ട് വെക്കുക. മുട്ടയിട്ട ഉടനെ തന്നെ പെട്ടെന്നുറക്കുന്ന ഒരു ദ്രാവകം കൊണ്ട് ഈ മുട്ടയെ പൊതിയും. അങ്ങനെ അതിനെ സംരക്ഷിക്കും. ഒരിടത്ത് തന്നെ 200ഓളം മുട്ടകൾ ഇവ ഇട്ടുവെക്കും. ഒരു ഇണചേരൽ കഴിഞ്ഞാൽ തന്നെ 200, 300, 400 മുട്ടയൊക്കെ ഇതിനിടാൻ പറ്റും. തെങ്ങ് ചെത്താനും തേങ്ങയിടാനും വേണ്ടി കയറുമ്പോൾ കൊത്തിവെച്ച കൊതകൾ, അറപ്പ കൊത്തിയ മട്ടലിൻ്റെ അഗ്രങ്ങൾ, ഇതുപോലെ എളുപ്പത്തിൽ തുരക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഇവ മുട്ടയിടുക. 3 ദിവസം കൊണ്ട് മുട്ട വിരിയും. എന്നിട്ട് തടിക്കുള്ളിലേക്ക് ഈ കാലില്ലാത്ത പുഴുക്കൾ തിന്ന് തുരന്ന് കയറും. ഇങ്ങനെ 1 മീറ്റർ നീളത്തിൽ വരെ ഈ പുഴുക്കളുടെ തീറ്റ തുരപ്പ് തുടരും. തെങ്ങും കവുങ്ങും ഒക്കെ ഇലകൾ മഞ്ഞിച്ച് തലവാടി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ വിവരം അറിയുകയുള്ളൂ. തെങ്ങിൻ്റെ തടിയിൽ കാണുന്ന ദ്വാരങ്ങളും അവയിലൂടെ പുറത്തേക്ക് വരുന്ന അവശിഷ്ടങ്ങളും ഒഴുകുന്ന കൊഴുത്ത ദ്രാവകവും ഒക്കെ ചെമ്പൻചെല്ലിയുടെ ആക്രമണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പുറംമടലുകൾ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നതും ഓല മഞ്ഞളിപ്പും ഒക്കെ മറ്റ് ലക്ഷണങ്ങളും. തെങ്ങിൻ്റെ തടിയിൽ ചെവി ചേർത്ത് പിടിച്ചാൽ ഉള്ളിൽ ചെമ്പൻചെല്ലി കുഞ്ഞുങ്ങൾ തുരക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കിരുകിര ശബ്ദം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. അത്ര പരാക്രമികളാണ് ഈ തുരപ്പൻ പുഴുക്കൾ. ഇവ തുരന്ന് നശിപ്പിച്ച ഇടങ്ങളിൽ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ കയറിക്കൂടി അവക്കാവും വിധം പെരുകുന്നതോടുകൂടി മറ്റു രോഗങ്ങൾ കൂടി പിടിച്ച് തെങ്ങിൻ്റെ അന്ത്യം ഉറപ്പാക്കും. എന്തായാലും ഉള്ളിൽ ഇത്ര വലിയ ദ്വാരം തുരക്കലും നശിപ്പിക്കലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും തെങ്ങിൻ്റെ അരികിൽ പോയി ശ്രദ്ധിച്ചാൽ അല്ലാതെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പുറമെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചാൽ പോലും അപ്പോഴേക്കും തന്നെ ഒരു വിധത്തിലും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ തെങ്ങിൻ്റെ ഉള്ളു നശിച്ചിരിക്കും. ഇതിൻ്റെ പുഴുവിന് 6-7 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഉറപൊഴിച്ച് വളരുന്ന പുഴു 2 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. കാലില്ലാതെ ഈ പുഴുക്കൾ തടിച്ചും നടുഭാഗം വീർത്തും രണ്ടറ്റവും അല്പം കൂർത്ത വിധത്തിലും ഒക്കെയാണ് ഉണ്ടാവുക. ശരീരത്തിന് മൊത്തമായിട്ട് മഞ്ഞ കലർന്ന വെളുപ്പ് നിറവും തലയ്ക്ക് തവിട്ട് നിറവുമാണ്. തിന്ന് വളർന്ന് ഇങ്ങനെ മുതിർന്നാൽ ഈ ലാർവപ്പുഴു തെങ്ങ് തടി വിട്ട് താഴേക്കിറങ്ങും. തെങ്ങിൻ കവിളിലോ ചുവടിലോ ഉള്ള ചവറുകളിൽ ഉണങ്ങിയ തെങ്ങിൻ നാരുകളൊക്കെ ചേർത്ത് അണ്ഡാകൃതിയിലുള്ള ഒരു പ്യൂപ്പക്കൂടുണ്ടാക്കും. പിന്നീട് 1 മാസം ആ പ്യൂപ്പക്കൂടിനുള്ളിൽ കഴിഞ്ഞ് മെറ്റാമോർഫോസിസ് നടന്ന് പൂർണ്ണ രൂപാന്തരണം സംഭവിച്ച് വീവിൽ വണ്ടായി പുറത്തേക്ക് വരും. തെങ്ങിൻ്റെ ഓലയിടുക്കുകൾ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പ്യൂപ്പക്കൂടുകൾ നമുക്ക് കാണാം. നന്നായി പറക്കാൻ കഴിയുന്നവരാണ് ഈ ചെമ്പൻചെല്ലികൾ. 40-50 കിലോമീറ്റർ വരെ ഇവരിങ്ങനെ തെങ്ങന്വേഷിച്ച് പറന്നു നടക്കും. ഇവർക്ക് 100 ദിവസത്തോളം ആയുസ്സുമുണ്ട്. കീടനാശിനികളോട് പ്രതിരോധമാർജിച്ച് അതിജീവിക്കാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമേ അല്ല. എന്തായാലും കാണാനൊക്കെ സുന്ദര രൂപികളായിട്ടുള്ള ഈ ചെമ്പൻ വണ്ടുകൾ ചെയ്യുന്ന ദ്രോഹം അത്രമേൽ കഠിനമാണ്. അടുത്ത ആളാണ് ഒറിക്ടസ് റൈനോസറസ് എന്ന് ശാസ്ത്രനാമമുള്ള കൊമ്പൻ ജെല്ലി. ചെമ്പൻ എന്ന ചുവപ്പർത്ഥത്തിലും കൊമ്പൻ എന്നത് കൊമ്പുള്ള എന്ന അർത്ഥത്തിലുമാണ്. ഈ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഒന്ന് ചെമ്പൻ ജെല്ലി, മറ്റത് കൊമ്പൻ ജെല്ലി. ചുവന്ന ജെല്ലിയും കൊമ്പുള്ള ജെല്ലിയും. ഈ കൊമ്പൻ ജെല്ലികൾ കുഞ്ഞിത്തെങ്ങും എണ്ണപ്പനയും ഒക്കെയാണ് പ്രധാനമായിട്ട് നശിപ്പിക്കുക. മറ്റു പനവർഗ്ഗക്കാരെ അങ്ങനെ ആക്രമിക്കാറില്ല. അവ കേടുവന്ന് താഴെ വീണ് കിടക്കുമ്പോഴും തലമണ്ട പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴും അതിലൊക്കെ പോയി അവ തുരക്കാറുണ്ടെന്ന് മാത്രം. ഇവർ ഏഷ്യൻ റൈനോസറസ് ബീറ്റിൽ, കോക്കനട്ട് റൈനോസറസ് ബീറ്റിൽ, കോക്കനട്ട് പാം റൈനോസറസ് ബീറ്റിൽ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. രാത്രി ചിലപ്പോഴൊക്കെ ഇവർ നമ്മുടെ വീടുകളിലെ ട്യൂബ് ലൈറ്റിലൊക്കെ വന്ന് ഇടിച്ച് ചുമരിലൊക്കെ തട്ടി താഴെ മലർന്നു കെട്ടി വീഴും. അപ്പോൾ ഇതിൻ്റെ കാലുകൾ വായുവിൽ കാണിക്കുന്ന ചില ചലനങ്ങളുണ്ട്.
അത് കണ്ടാൽ പ്രശസ്ത നടനായ യശശരീരനായിട്ടുള്ള നരേന്ദ്രപ്രസാദിൻ്റെ ചില മാനറിസങ്ങളാണ് എനിക്ക് ഓർമ്മ വരാറ്. കടും ബ്രൗൺ നിറത്തിലോ കറുപ്പ് നിറത്തിലോ ആണ് ഇവരെ സാധാരണയായിട്ട് കാണുക. ഈ കരുത്തൻ വണ്ടിൻ്റെ തലയും രൂപവും ഒക്കെ നമ്മുടെ കാണ്ടാമൃഗത്തോട് റൈനോസറസിനോട് സാമ്യമുള്ളതിനാലാണ് ഇവയെ റൈനോസറസ് ബീറ്റിൽ എന്ന് വിളിക്കുന്നത്. ആൺവണ്ടിന് ഒരു 4.5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാവും. ആൺവണ്ടിനും പെൺവണ്ടിനും തലയിൽ കൊമ്പുകളുണ്ടെങ്കിലും ആൺവണ്ടിൻ്റെ തലയിലെ ആ വളഞ്ഞു നിൽക്കുന്ന കൊമ്പിൻ്റെ അത്ര വലുതായിരിക്കില്ല പെൺവണ്ടിൻ്റെ തലയിലെ കൊമ്പ്. അതുപോലെ ആൺവണ്ടിൻ്റെ പിറകു കണ്ടം മിനുസത്തിളക്കമുള്ള ഒരു വക്രരൂപത്തിലാണെങ്കിൽ പെൺകൊമ്പൻ ചെല്ലിയുടെ പിൻഭാഗത്ത് പിറകുവശത്ത് രോമങ്ങളുള്ള ഒരു കുഞ്ഞു വാല് പോലുള്ള ഭാഗമാണ് ഉണ്ടാവുക. ഇവർ മുട്ടയിടുക ചാണകക്കുഴിയിലും തെങ്ങിൻ്റെ ചീഞ്ഞ അളിഞ്ഞ നിലത്ത് വീണ് കിടക്കുന്ന ഭാഗങ്ങളിലും കമ്പോസ്റ്റിലും ഈർച്ചപ്പൊടിയിലും അതുപോലെയുള്ള മറ്റ് ജൈവ മാലിന്യങ്ങളിലുമൊക്കെയാണ്. കേടുവന്ന് അഴുകിയ ദ്രവിച്ച തെങ്ങും തടിയൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞു പുഴുക്കൾക്ക് തിന്നാൻ പറ്റുന്ന വിധത്തിൽ തെങ്ങിൻ തടിയൊക്കെ വളരെ ചെറിയ കീറുകളാക്കിയിട്ട് അവർ നുറുക്കിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിനടുത്താണ് മുട്ടയിടുക. കുഞ്ഞു പട്ടിണി കിടക്കരുതല്ലോ. പെൺവണ്ട് 150 മുട്ടയോളം ഇടും. 8 മുതൽ 18 ദിവസം കൊണ്ട് മുട്ടകൾ വിരിയും. കൊമ്പൻ ചെല്ലിയുടെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളെയാണ് നമ്മൾ ചാണകപ്പുഴു എന്ന് പൊതുവായിട്ട് വിളിക്കുന്നത്. ചാണകക്കുഴികളിൽ കാണുന്ന തടിച്ചുരുണ്ട കൊഴുത്ത വെള്ള കലർന്ന ചാര നിറമുള്ള പുഴുക്കളെ പലർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ കോഴികളുടെയൊക്കെ ഇഷ്ട ഭക്ഷണമാണത്. അതിനെ തൊട്ടാലും അത് ഭയന്നാലും ഒക്കെ റാ പോലെ ശരീരം വളച്ച് ഒരു പുളച്ച കളിയൊക്കെ ഉണ്ട് അവർക്ക്. ഈ ലാർവ പുഴുക്കൾ ചാണകം പോലുള്ള ജീർണ വസ്തുക്കൾ തിന്നാണ് വളരുന്നത്. 3 പ്രാവശ്യം ഉറപ്പൊഴിച്ചാണ് ഇവർ അവരുടെ വളർച്ചാഘട്ടം പൂർത്തിയാക്കുക. അവസാനത്തെ 3ാമത്തെ ഇൻസ്റ്റാർ കഴിയുമ്പോഴേക്കും 6 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാവും ഈ പുഴുവിന്. പിന്നെ അവ പ്യൂപ്പാവസ്ഥയിലേക്ക് പോകും. ഇതിനൊക്കെ കൂടി 5 മാസം വരെ സമയമെടുക്കും. ഉറച്ച കട്ടിയുള്ള പ്യൂപ്പക്കൂടിനുള്ളിൽ 10 മുതൽ 25 ദിവസം വരെ കഴിഞ്ഞാണ് വണ്ടായി രൂപം മാറി അവ പുറത്തേക്ക് വരുന്നത്. ഈ വണ്ടുകൾക്ക് 6 മാസത്തിലധികം ആയുസ്സുമുണ്ടാകും. രാത്രിയിലാണ് ഇവ പറക്കുക, ഭക്ഷണം തേടുക, സജീവമാകുക. ചെമ്പൻ ചെല്ലിയുടെ കുഞ്ഞുങ്ങളാണ് ഉപദ്രവമൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ കൊമ്പൻ ചെല്ലികൾ, മുതിർന്ന കൊമ്പൻ ചെല്ലികൾ തന്നെയാണ് ഉപദ്രവം ചെയ്യുന്നത്. ഇവനാണ് തെങ്ങിൻ്റെ കൂമ്പിനുള്ളിൽ തുളച്ച് കയറുന്നത്. ചെറു തെങ്ങുകളാണ് ഇവർക്ക് ഏറെ ഇഷ്ടം. ഉൾഭാഗം തുളച്ച് ചവച്ച് ചണ്ടി പുറത്തേക്കിടും. അപ്പോഴുള്ളിൽ നിന്ന് ഊറുന്ന ദ്രാവകമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. തുളച്ച് കടന്ന ദ്വാരത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള ചണ്ടി കിടക്കുന്നതാണ് ഇവ ഉള്ളിലുണ്ട് എന്നതിൻ്റെ പ്രധാന ലക്ഷണം. ആക്രമണം ഉണ്ടായ കൂമ്പിൻ്റെ ഭാഗങ്ങൾ മുറിഞ്ഞു വീഴും. വിരിഞ്ഞു വരുന്ന കൂമ്പോലകളിൽ വി എന്ന ആകൃതിയിൽ മുറിച്ച ത്രികോണ മുറിവടയാളങ്ങൾ കാണാം. പൂങ്കുല കൂമ്പുകളും മച്ചികകളും ഒക്കെ ഇവ മുറിച്ചിടും. ഇളം മടലുകളിൽ ദ്വാരമുണ്ടാക്കും. അങ്ങനെ മടലുകൾ ഒടിഞ്ഞു തൂങ്ങും. അപൂർവമായും തെങ്ങിൻ്റെ മണ്ടയും ഇവർ തുരക്കും. അതോടെ വളർച്ച മുരടിച്ച് തെങ്ങ് നശിക്കും. ഇവർ രണ്ടുപേരും കൂടി ഭൂമിയിലാകെ ഇതുവരെയായിട്ട് നശിപ്പിച്ച തെങ്ങുകളുടെയും പനകളുടെയും എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവരെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നതിനും പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇപ്പോഴും നമുക്കായിട്ടില്ല. കൊമ്പൻ ചെല്ലികളെ തെങ്ങിലൊക്കെ കയറി വളഞ്ഞ കൂർത്ത കമ്പി കൊണ്ട് കുത്തിയെടുത്ത് കൊന്നുകളയുക തുടങ്ങിയ പരിഹാര മാർഗങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതൊക്കെ വളരെ പ്രയാസമുള്ള അധ്വാനമുള്ള പണികളാണ്. കൊമ്പൻ ചെല്ലിക്ക് മുട്ടയിട്ട് വളരാനുള്ള സൗകര്യമൊരുക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാനുള്ളത്. അഴുക്കുകളും അഴുകിയ തെങ്ങിൻ്റെ കഷണങ്ങളും ഒക്കെ തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ചാണകക്കുഴികളൊന്നും തെങ്ങിനടുത്തില്ലാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ചില്ലറ കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പവുമല്ല. ചില രാസപദാർത്ഥങ്ങൾ മണലുമായി ചേർത്ത് ഓലപ്പട്ടകൾക്കുള്ളിൽ നിറക്കുന്നത് ആക്രമണം തടയുമെന്ന് കണ്ടിട്ടുണ്ട്. നാഫ്തലിൻ ഗുളിക, വേപ്പിൻ കുരു, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, മരോട്ടി പിണ്ണാക്ക് തുടങ്ങി കൂറ മരുന്ന് വരെ പലതും പൊടിച്ചും മണലുമായി ചേർത്തും അല്ലാതെയും ഒക്കെ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് ഗുണം ചെയ്തിട്ടുമുണ്ട്. ചില ഫംഗസുകളെയും വൈറസുകളെയും ഒക്കെ ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും ഫലപ്രദമായിട്ട് പലരും പറയുന്നത് ഫെറമോൺ കെണികളാണ്. വളരെ ലളിതമാണ് ഈ ഫെറമോൺ കെണികൾ. അത്തരം ഫെറമോൺ ഗന്ധങ്ങളാൽ ആകർഷിക്കപ്പെട്ട് എത്തുന്ന ഈ വണ്ടുകളെ അതിൽ ചാടിച്ച് കൊന്ന് ഇവയുടെ എണ്ണം കുറക്കുന്ന പരിപാടി UAE-യിലെയും ഒമാനിലെയും ഒക്കെ ഈ വാദികളിൽ ഉള്ള ഇത്തരം തോട്ടങ്ങളിലൊക്കെ ഫെറമോൺ കെണികൾ വെച്ചത് ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെയാണെങ്കിലും എപ്പോഴാണ് നമ്മുടെ തെങ്ങുണക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെമ്പൻ ചെല്ലി എന്ന വീവിൽ പ്രാണിക്ക് മുട്ടയിടാൻ പറ്റുന്ന വിധത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇടങ്ങൾ നമ്മുടെ തെങ്ങിൻ്റെ മണ്ടയിലും തെങ്ങിലും ഒന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഓല വെട്ടുമ്പോഴും തെങ്ങ് കയറാൻ കൊത വെട്ടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മുറിഞ്ഞ ഭാഗങ്ങളിലൂടെയൊക്കെ തടിക്കുള്ളിലേക്ക് അതിൻ്റെ മുട്ട കുത്തിക്കയറ്റാൻ ചെമ്പൻ ചെല്ലിക്ക് പറ്റിയാൽ തെങ്ങിൻ്റെ കാര്യം പോക്കാണ്. അക്വസ്റ്റിക് സെൻസറുകൾ ഉപയോഗിച്ച് അവ തെങ്ങിൻ്റെ പട്ടകളിൽ കെട്ടിവെച്ച് മരത്തിനുള്ളിൽ ചെമ്പൻ ചെല്ലി പുഴു കയറിയിട്ടുണ്ടെങ്കിൽ അവയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ പിടിച്ചെടുത്ത് തിരിച്ചറിഞ്ഞ് സദാസമയവും അതിനെ നിരീക്ഷിച്ച് AI സാങ്കേതിക വിദ്യ വരെ ഉപയോഗിച്ച് ചെമ്പൻ ചെല്ലി ഉള്ളിൽ കയറിയെന്നറിഞ്ഞാൽ ഉടനെ തന്നെ സന്ദേശങ്ങൾ നൽകി അവയെ നീക്കം ചെയ്യുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ രൂക്ഷാക്രമണം വന്ന തെങ്ങിൻ്റെ മണ്ടകൾ വെട്ടിമാറ്റി അവ നശിപ്പിക്കണം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന മണൽ കീടനാശിനി മിശ്രിതങ്ങളൊക്കെ ഓലപ്പട്ടക്കുള്ളിൽ നിറച്ച് ഇവരുടെ തുരക്കൽ ശ്രമം തടയാൻ പറ്റും. അതുപോലെ ആക്രമണം നടന്ന തെങ്ങുകളിൽ
രാസകീടനാശിനികൾ ഈ ചോർപ്പ് ഉപയോഗിച്ച് മുകളിൽ നിന്നും ഇതിനുള്ളിലേക്ക് കൊടുക്കൽ, വേരുകളിലൂടെ കടത്തൽ ഒക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് ഇവർ വളരെ ഉപദ്രവകാരികളാണെങ്കിലും ചില ഭക്ഷണപ്രിയർക്ക് ഈ പുഴുക്കൾ വളരെ ഇഷ്ടമുള്ളതുമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് ഇവയുടെ പുഴുക്കളെ കണക്കാക്കുന്നത്. അവ ഉപയോഗിച്ചുണ്ടാകുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇവയ്ക്ക് വേണ്ടിയിട്ട് ഫാമുകളിൽ വളർത്തുന്നുണ്ട്. ചെമ്പൻചെല്ലി പുഴുക്കളെ വിയറ്റ്നാമിലൊക്കെ മത്സ്യ സോസിനൊപ്പം പച്ചക്ക് കഴിക്കും. എങ്കിലും ഇത്തരത്തിലുള്ള പുഴുക്കളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഫാമുകളിൽ വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള പുഴുക്കളോ വണ്ടുകളോ പുറത്തെത്തി അവിടെയുള്ള ഫാം വർഗത്തിൽപ്പെട്ട സസ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം. എന്തായാലും ഈ കൊമ്പനും ചെമ്പനും ലോകത്തെവിടെയും തെങ്ങും ഈന്തപ്പനിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ അവർക്കൊക്കെയും പേടി സ്വപ്നം തന്നെയാണ്. ഏത് മൃദുല ഹൃദയനായിട്ടുള്ള കൃഷിക്കാരനായാലും ഇവരെ കണ്ടാൽ ചവിട്ടി അരച്ചു കളയും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ ചെറിയ പ്രാണികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.